ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച തക്കാളിയാണ്. പിന്നെ കുറച്ച് ക്യാഷു, ഒരു വെറൈറ്റി ആയിട്ട് തൊണ്ടുള്ള ക്യാഷു ആണ് ഇപ്രാവശ്യം വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വറുത്തു, കിസ്മസൊക്കെ ഒന്ന് വറുത്തു, സവോള വറുത്തു, അതിനകത്തേക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ടു. അപ്പോൾ ഒന്ന് കടിക്കാനൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ എല്ലാ സ്പൈസസും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. സവോള നന്നായി വറുത്ത് കഴിയുമ്പോൾ കുറച്ച് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞ് അതും വറുത്തെടുക്കുക. അപ്പോൾ കിസ്മസ്, അണ്ടിപ്പരിപ്പും മസാലയും എല്ലാം ഒന്ന് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരി വേവിച്ച് വെച്ച് ഉപ്പിട്ടാണ് നമ്മളത് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതൊന്ന് ലെയറായിട്ട് ഈ വെജിറ്റബിൾസും എല്ലാം ഇട്ടൊന്ന് സെറ്റ് ചെയ്യുന്നു. ഇവിടെ കുറച്ച് അധികം ലീഫുകൾ ഉണ്ടായിരുന്നു, അതായത് സെലറി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മല്ലിയില, പുതിനയില, എല്ലാ തരത്തിലുള്ള ലീഫുകളും അതൊരു ലെയറിലിട്ട് കൊടുത്തു. വീണ്ടും റൈസ് ഇട്ടു, വീണ്ടും നമ്മളുടെ ക്യാഷു, സവോള എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ലെയർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ഒന്ന് പോട്ട് അടച്ചു വെച്ച് ജസ്റ്റ് ഒന്ന് ദമ്മിട്ട് അതേപോലെ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി തുറന്നു കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് തക്കാളിയും സവോള, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമുള്ള എല്ലാ മസാലകളും നമുക്ക് ഒന്ന് വഴറ്റി വയ്ക്കാം. ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, സവോള നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം നല്ലോണം ഒന്ന് മൂത്ത് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം ഓരോരോ സ്റ്റേജുകളിലിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് കേട്ടോ, അധികം എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ അവിടെ ആ ചട്ടിയിൽ കിടന്നിട്ട് അതൊന്ന് മൂത്തതാ ഇതേപോലത്തെ കളറിലേക്ക് വരണം. കാശ്മീരി ചില്ലി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ചിക്കൻ മസാലയും കൂടി കുറച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് അത് ഫ്രൈ ചെയ്ത് എടുക്കുന്നു. ഇനിയിപ്പോൾ ഈ അരച്ച് വച്ചിരിക്കുന്നത് സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ ക്യാഷു, ഇത്ര സാധനങ്ങൾ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മളുടെ ഫ്രൈയിലേക്ക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെന്ത് വരട്ടി എടുക്കാം. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ റെഡിയായി. എന്തായാലും ഒരു ഫ്രൈഡ് റൈസ് ഇലയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫ്യൂഷൻ, അതായത് നാടൻ ഇലയിൽ നമുക്കൊരു മോഡേൺ ഫുഡ്. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കി ടേബിളിൽ വെച്ചു. അച്ചാറുണ്ട്, സാലഡുണ്ട്, ചിക്കനുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളത് ആ ഫുഡ് കഴിക്കാനായിട്ട് എല്ലാവരും ഇരുന്നു കഴിച്ചു തുടങ്ങി. ഇപ്പോൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ അവരുടെ കൂടെ കഴിക്കാനായിട്ട് പോയി.